ഇന്നലെ നമ്മൾ കണ്ടതാണ് എറണാകുളം ജില്ലയിൽ സൗത്ത് ഭാഗത്ത് അതിരൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാവുകയും ആളുകൾ നടക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നൊക്കെ അവസ്ഥ. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ജില്ലയിൽ പൊതുവെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. രാത്രിയും മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ കാര്യമായി പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മഴക്കെടുതികൾക്ക് ആശ്വാസമുണ്ട്. പക്ഷേ ഓറഞ്ച് അലേർട്ടാണ് എറണാകുളം ജില്ലയിൽ ഇന്നുള്ളത്. എപ്പോൾ വേണമെങ്കിലും കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ജാഗ്രത തുടരണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം എല്ലാ മേഖലയിലും നൽകിയിരിക്കുന്നത്. കാരണം കോതമംഗലം അടക്കമുള്ള മേഖലയിൽ മണികണ്ഠൻ ചപ്പാത്ത് കഴിഞ്ഞ ദിവസം മുങ്ങുന്ന സാഹചര്യമുണ്ടായി. മൂവാറ്റുപുഴ മേഖലയിൽ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയിലുള്ളവർ യാത്രയിൽ ഉൾപ്പെടെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അറിയിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഒക്കെ കനത്ത മഴ, ഈ അലേർട്ട് അനുസരിച്ചുള്ള മഴ വന്നാൽ ഇന്നലെ പെയ്തതുപോലുള്ള ശക്തമായ മഴ പെയ്യുകയും വെള്ളക്കെട്ട് അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായേക്കാം. എന്തായാലും നിലവിൽ മഴ മാറി നിൽക്കുന്നു. നഗരപ്രദേശങ്ങളിലും മലയോര മേഖലയിലും ഒക്കെ മഴ മാറി നിൽക്കുന്നുണ്ട്. അതൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. തീരമേഖലയിലും സമാനമായി തന്നെ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം കാറ്റുണ്ടാവാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങുന്നവരൊക്കെ കരുതിയിരിക്കണമെന്നൊരു മുന്നറിയിപ്പാണുള്ളത്. എന്തായാലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എറണാകുളം ജില്ലയിൽ നഗരമേഖലയിലും മലയോര മേഖലയിലുമൊക്കെ മഴ മാറി നിൽക്കുന്നു. ആളുകൾക്ക് ആശ്വാസകരമാണ്. പക്ഷേ ഒന്നുണ്ട്, ഓറഞ്ച് അലേർട്ടാണ്. ജില്ലയിലുള്ളവർ യാത്ര ചെയ്യുമ്പോൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഈ വിൻഡോയിൽ കാണുന്ന ദൃശ്യങ്ങൾ ഇന്നലെ കൊച്ചിയിൽ നിന്നുള്ളതാണ് പ്രേക്ഷകർ കാണുന്നത്. നല്ല വെള്ളക്കെട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇന്ന് ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോയിട്ടുണ്ടോ? പക്ഷെ അപ്പോഴും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത് കൊണ്ട് വീണ്ടും ഇത് രൂപപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ടാവും അല്ലേ? ഇന്നലെയായിരുന്നു ആ പ്രശ്നം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മേഖലയിൽ ഉണ്ടായത്. പക്ഷേ അത് വൈകുന്നേരത്തോടു കൂടി തന്നെ ആ പ്രശ്നം പരിഹരിച്ചു. മോട്ടോർ വെച്ച് ആ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞു കോർപ്പറേഷൻ. മാത്രമല്ല, കോർപ്പറേഷൻ പറഞ്ഞത് കനാലിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് പെട്ടെന്ന് അവിടെ വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമായത്. ഒരു പക്ഷേ അതിശക്തമായ മഴ ആ മേഖലയിൽ പെയ്തിട്ടുണ്ടാകാമെന്നതാണ് കോർപ്പറേഷൻ വിശദീകരിച്ചു. എന്തായാലും ആ മേഖലയിൽ വെള്ളക്കെട്ടിന് അറുതി വന്നിരിക്കുന്നു. വൈകുന്നേരത്തോടു കൂടി തന്നെ ആ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾക്കൊരു ആശങ്കയുണ്ട്. കാരണം കൊച്ചിയിൽ കഴിഞ്ഞ കുറച്ച് നാളായി വലിയ തോതിലുള്ള വെള്ളക്കെട്ടില്ല. അത് ഒരാശ്വാസം തന്നെയാണ്. പക്ഷേ ചിലയിടങ്ങളിൽ മഴ അല്പനേരം പെയ്താൽ ഇപ്പോഴും കുറച്ചു നേരം വെള്ളം തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ നഗരത്തിലുള്ളവരും ഓറഞ്ച് അലർട്ട് എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെട്ടിരിക്കുകയാണ്. ഈ മലയോര മേഖലയിലുള്ളവർക്കാണെങ്കിൽ അതിശക്തമായ കാറ്റും ഒക്കെയാണ് ഈ ദിവസങ്ങളിലൊക്കെ, അലർട്ടുള്ള ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ജനങ്ങൾക്ക് മുന്നറിയിപ്പുണ്ട്. അത് കരുതിയിരിക്കുക. ആ ജാഗ്രതയോടുകൂടി തന്നെ യാത്രകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പറയാനുള്ളത്. ശരി, റിയ ബേബിയാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.